കഴിഞ്ഞ 101 ദിവസക്കാലമായി ഉറക്കത്തിലായിരുന്ന കണ്ണനല്ലൂർ പോലീസിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചൂടുവെള്ളം കോരിയൊഴിച്ച് ചെണ്ട കൊട്ടി ചാട്ടവാർ കൊണ്ട് അടിച്ച് ഉണർത്തിയിരിക്കുകയാണ്. സാധാരണക്കാരന്റെ മുന്നിൽ നീതിയുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും 1-ാം വാർഡ് മെമ്പർ റഹീമിന്റെയും സംഘടിതമായ മരം കൊള്ളയ്ക്ക് പച്ചപ്പരവതാനി വിരിക്കുകയാണ് നമ്മുടെ പോലീസ്. ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ പോയപ്പോൾ അവിടെ യാദൃച്ഛികമായ ഒരു പിക്കപ്പ് വാഹനം കസ്റ്റഡിയിലെടുത്തത് ശ്രദ്ധയിൽപ്പെട്ടു. 100 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 22/5/2025 നെടുമ്പന വില്ലേജ് ഓഫീസിന് സമീപമുള്ള റവന്യൂ പുറമ്പോക്കിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും 1-ാം വാർഡ് മെമ്പർ റഹീമിന്റെയും ഒത്താശയോടുകൂടി അവർ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം 11 മരങ്ങൾ മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു പരാതി കൊടുക്കുകയുണ്ടായി. പക്ഷേ പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ പരാതി പൂഴ്ത്തിവെക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോയി. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി മുന്നോട്ട് പോയതിന്റെ ഭാഗമായി 70 ദിവസങ്ങൾക്ക് ശേഷം FIR എടുത്തെങ്കിലും കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷന്റെ തെക്കേ മൂലയിൽ കടന്ന് പൊടി പിടിച്ചു കിടക്കുന്നതല്ലാതെ യാതൊരു നടപടിയും കൈക്കൊള്ളുവാൻ പോലീസ് തയ്യാറായില്ല. നരസിംഹത്തിലെ ലാലേട്ടന്റെ കഥാപാത്രമായി ഇന്ദുചൂടന്റെ സുഹൃത്ത് മാരാറിനെ പോലെ ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാർ നമ്മുടെ പോക്കറ്റിൽ ഇല്ലെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്ത് ഹൈക്കോടതി അഡ്വക്കേറ്റ് ജോമി കെ ജോസ് മുഖാന്തരം ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുവാൻ തീരുമാനമെടുക്കുകയും കേസ് പരിഗണിച്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ണനല്ലൂർ പോലീസിനെ വാഹനം കണ്ടെത്താത്തതിൽ, തൊണ്ടി മുതൽ റിക്കവറി ചെയ്യാത്തതിൽ, FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ, പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഈ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കണ്ണനല്ലൂർ പോലീസ് ഗത്യന്തരമില്ലാതെ വളരെ വേഗം തന്നെ ആ വാഹനം കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വാഹനത്തെ പറ്റിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 100 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ വാഹനം പോലീസിന് കസ്റ്റഡിയിലെടുക്കുവാൻ സാധിച്ചത്. പക്ഷേ മരങ്ങൾ നടന്ന് ആ വാഹനത്തിനകത്ത് കയറില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മരങ്ങൾ മുറിച്ചതിന് കൂട്ടുനിന്ന് ഇതിനുവേണ്ടി കൊടപിടിച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ 1-ാം വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഈ പോരാട്ടം തുടരും.